ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മണിക ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th ചാപ്റ്ററായ തിരുക്കുറൽ സൂക്തി സൗരഭം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രശ്നാനാം ഉത്തരം ഏകപദേന ലിഖത. അതായത് ആൻസർ ഇൻ വൺ വേർഡ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ആദ്യത്തെ ചോദ്യം നോക്കാം. പിതാ പുത്രായ ബാല്യേ കിം യച്ഛതി. അച്ഛൻ മകന് കുട്ടിക്കാലത്ത് എന്താണ് നൽകുന്നത്? വിദ്യാധനം, വിദ്യ എന്ന ധനം. മൂഢമതിഹി കീദൃശിം വാചം പരിത്യജതി. വിഡ്ഢി ഏത് തരത്തിലുള്ള വാണിയാണ് ത്യജിക്കുന്നത്? ധർമ്മപ്രദാം, ധർമ്മത്തിന് നിരക്കുന്നത്. അസ്മിൻ ലോകേ കേ ഏവ ചക്ഷുഷ്മന്തഃ പ്രകീർത്തിതാഃ. ഈ ലോകത്ത് ആരെയാണ് നേത്രമുള്ളവൻ എന്ന് പറയപ്പെടുന്നത്? വിദ്വാംസഃ, വിദ്വാൻമാരെ. നരഃ കേന ഗുണേന കസ്യാപി കഥനസ്യ തത്വാർത്ഥനിർണയം കർത്തും ശക്നോതി. മനുഷ്യൻ ഏത് ഗുണത്താലാണ് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് ഗുണത്താലാണ്? വിവേകേന, വിവേകത്താൽ. പ്രാണേഭ്യോ അപി കിം രക്ഷണീയം. പ്രാണനേക്കാൾ എന്തിനെയാണ് രക്ഷിക്കേണ്ടത്? സദാചാരഃ, നല്ല പെരുമാറ്റം. അടുത്ത ചോദ്യം നോക്കാം. ആത്മനഃ ശ്രേയഃ ഇച്ഛൻ നരഃ കീദൃശം കർമ്മ ന കുര്യാത്. അതായത് സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഏതു തരത്തിലുള്ള കർമ്മമാണ് ചെയ്യാൻ പാടില്ലാത്തത്? അഹിതം, അതായത് ഹിതമല്ലാത്തത്. അടുത്ത നോക്കാം. വാചി കിം ഭവേത്. സംസാരത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത്? അവക്രത എന്നെഴുതാം, അല്ലെങ്കിൽ സരളത എന്നെഴുതാം, അതായത് സിംപ്ലിസിറ്റി. പാഠേ വാചി പട്ടുഹു ഇതി സ്ഥാനെ കിം പദം പ്രയുക്തം. പാഠത്തിൽ വാചി പട്ടുഹു എന്ന സ്ഥാനത്ത് ഏത് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വാക് പട്ടുഹു, അതായത് എക്സ്പേർട്ട് ഇൻ സ്പീക്കിംഗ്. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. പുത്രഃ പിതരം പ്രതി കിം അനുഭവേത്. മകൻ അച്ഛനോട് ഏത് ഭാവമാണ് ഉണ്ടാവേണ്ടത്? പുത്രഃ പിതരം പ്രതി കൃതജ്ഞതാം അനുഭവേത്. മകന് അച്ഛനോട് നന്ദി എന്ന ഭാവമാണ് ഉണ്ടാവേണ്ടത്, ഫീൽ ചെയ്യേണ്ടത്. ഓക്കെ. ആത്മനഃ ഹിതം ഇച്ഛൻ നരഃ കിം കുര്യാത്. സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ആത്മനഃ ഹിതം ഇച്ഛൻ നരഃ പരേഭ്യഃ അഹിതം കർമ്മ ന കുര്യാത്. സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവർക്ക് അഹിതം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മൂർഖബുദ്ധിഃ ജനഃ കീദൃശം വാണിം ത്യജതി. വിഡ്ഢിയായ ആളുകൾ ഏതു തരത്തിലുള്ള സംസാരമാണ് ത്യജിക്കുന്നത്? മൂർഖബുദ്ധിഃ ജനഃ ധർമ്മപ്രദാം വാണി ത്യജതി. വിഡ്ഢിയായ ആളുകൾ ധർമ്മത്തിന് നിരക്കുന്ന സംസാരമാണ് ത്യജിക്കുന്നത്. വിദുഷാം വചഃ കിം. വിദ്വാൻമാരുടെ വാണി എന്താണ്? അതായത് വിദ്വാൻമാർ എന്താണ് പറയാറ്? ആചാരഃ പ്രഥമഃ ധർമ്മഃ ഇതി വിദുഷാം വചഃ. വിദ്വാൻമാർ പറയാറ് പെരുമാറ്റമാണ് പ്രഥമ ധർമ്മമെന്നാണ്. വസ്തുതഃ ലോകേ ചക്ഷുഷ്മന്തഃ കേ കഥിത. വാസ്തവത്തിൽ ഈ ലോകത്ത് കണ്ണുള്ളവൻ എന്ന് ആരെയാണ് പറയാറ്? വസ്തുതഃ വിദ്വാംസഃ ഏവ ലോകേ ചക്ഷുഷ്മന്തഃ കഥിതാഃ. വാസ്തവത്തിൽ വിദ്വാൻമാരെ തന്നെയാണ് ലോകത്ത് കണ്ണുള്ളവനെന്ന് പറയപ്പെടുന്നത്. മഹാത്മാനഃ സമത്വം കിം കഥയന്തി. മഹാന്മാർ സമത്വത്തെ എന്താണെന്നാണ് പറയുന്നത്? അതായത് മഹാന്മാർക്ക് സമത്വം എന്നാൽ എന്താണ്? അവക്രത യഥാ ചിത്തേ തഥാ യദി വാചി ഭവേത് മഹാത്മാനഃ തദേവ സമത്വം കഥയന്തി. അതായത് മനസ്സിലുള്ള സിംപ്ലിസിറ്റി സംസാരത്തിലും ഉണ്ടേൽ അതിനെ തന്നെയാണ്
മഹാന്മാര് സമത്വം എന്ന് പറയുന്നത്. വിവേകി ജനഃ കസ്യ തത്വാർത്ഥ നിർണയം കർത്തും ശക്നോതി. അടുത്ത ചോദ്യം നോക്കാം. വിവേകി ജനഃ കസ്യ തത്വാർത്ഥ നിർണയം കർത്തും ശക്നോതി. വിവേകമുള്ള ആളുകൾ എന്തിൻ്റെ ശരിയായ അർത്ഥം നിർണയിക്കാനാണ് കഴിവുള്ളത്? യേന കേനാപി യത് പ്രോക്തം വിവേകി ജനഃ തസ്യ തത്വാർത്ഥ നിർണയം കർത്തും ശക്നോതി. ആരെന്തു പറഞ്ഞാലും അതിൻ്റെ ശരിയായ അർത്ഥം നിർണയിക്കാനാണ് അറിവുള്ള ആൾക്കാർക്ക് സാധിക്കുക. അതായത് ആരെന്തു പറഞ്ഞാലും അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ പോലും അറിവുള്ള, അതായത് വിവേകമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കീദൃശഃ ജനഃ പരൈഃ ന തിരസ്ക്രിയത്തെ. ഏതു തരത്തിലുള്ള ആൾക്കാരാണ് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടാത്തത്? യഃ വാക്പടുഃ ധൈര്യവാൻ സഭായാം അകാതരഃ ഭവതി സഃ ജനഃ പരൈഃ ന തിരസ്ക്രിയത്തെ. ആരാണോ സംസാരിക്കുന്നതിൽ എക്സ്പേർട്ട്, ധൈര്യശാലി, സഭയിൽ നിർഭയം നിൽക്കാൻ കഴിവുള്ളത്, അതായത് ഫിയർലെസ് ആയിട്ട് ഇരിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടാത്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്ഥൂലപദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരുത്. അതായത് ഇവിടെ ബോൾഡ് വേർഡ്സിൽ എഴുതിയിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, നോക്കാം. വിമൂഢതിഃ പക്വം ഫലം പരിത്യജ്യ അപക്വം ഫലം ഭുങ്ക്തേ. വിഡ്ഢി പഴുത്ത പഴം വിട്ട് പഴുക്കാത്ത പഴം കഴിക്കുന്നു. വിമൂഢതിഃ എന്നത് പ്രഥമ വ്യക്തി ഏകവചനമാണ്. വിമൂഢതിഃ അതായത് വിഡ്ഢി. അപ്പോൾ ആരാണ് പഴുത്ത പഴം വിട്ട് പഴുക്കാത്ത പഴം കഴിക്കുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. കഃ പക്വം ഫലം പരിത്യജ്യ അപക്വം ഫലം ഭുങ്ക്തേ. അടുത്ത നോക്കാം. സംസാരേ വിദ്വാംസഃ ജ്ഞാനചക്ഷുഭിः നേത്രവന്തഃ കഥ്യന്തെ. ലോകത്ത് വിദ്വാൻമാരെ ജ്ഞാനരൂപി നേത്രങ്ങളുള്ളവൻ എന്നാണ് പറയപ്പെടുന്നത്. സംസാരേ വിദ്വാംസഃ ജ്ഞാനചക്ഷുഭിः നേത്രവന്തഃ കഥ്യന്തെ. ലോകത്ത് വിദ്വാൻമാരെ ജ്ഞാനരൂപി നേത്രങ്ങളുള്ളവർ എന്നാണ് പറയപ്പെടുന്നത്. ജ്ഞാനചക്ഷുഭിः എന്നത് തൃതീയവിഭക്തി ബഹുവചനാണ്. അപ്പോൾ കിം ശബ്ദരൂപത്തിൻ്റെ തൃതീയവിഭക്തി ബഹുവചനം എന്ന് പറയുന്നത് കൈഹിയാണ്. ഇന്നിവിടെ കൈഹി എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. സംസാരേ വിദ്വാംസഃ കൈഹി നേത്രവന്തഃ കഥയന്തി. ലോകത്ത് വിദ്വാൻമാരെ എന്ത് കണ്ണുകൾ ഉള്ളവർ എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത നോക്കാം. ജനകേന സുതായ ശൈശവേ വിദ്യാധനം ദീയത്തെ. അച്ഛനാൽ മകന് കുട്ടിക്കാലത്ത് വിദ്യ എന്ന ധനം നൽകപ്പെടുന്നു. ശൈശവേ കുട്ടിക്കാലത്ത്. ശൈശവ എന്നത് സപ്തമി വിഭക്തി ഏകവചൻ ആണ്. അപ്പം എന്താ വരിക? ജനകേന സുതായ കഥാ വിദ്യാധനം ദീയത്തെ. അച്ഛനാൽ മകന് എപ്പോഴാണ് വിദ്യ എന്ന ധനം നൽകപ്പെടുന്നത്? തത്വാർത്ഥസ്യ നിർണയഃ വിവേകേന കർത്തും ശക്യത്തെ. തത്വത്തിൻ്റെ ശരിയായ അർത്ഥം നിർണയിക്കാൻ വിവേകത്താൽ സാധ്യമാകുന്നു. വിവേകേന വിവേകത്താൽ. അപ്പം എന്താൽ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ എന്താണ്? തൃതീയവിഭക്തി ഏകവചനാണ് വിവേകേന എന്ന് പറയുന്നത്. അപ്പം കിം ശബ്ദരൂപിൻ്റെ തൃതീയവിഭക്തി ഏകവചൻ ഏതാ വരിക? കേനാണ് വരിക. ഓക്കെ, അപ്പം നമ്മൾ കേൻ യൂസ് ചെയ്യും. തത്വാർത്ഥസ്യ നിർണയഃ കേന കർത്തും ശക്യത്തെ. തത്വത്തിൻ്റെ ശരിയായ അർത്ഥത്തെ നിർണയിക്കാൻ എന്താലാണ് സാധ്യമാവുക? സാധൂനാം ചിത്തെ വാചി ച സരളത ഭവതി. സാധുക്കളുടെ മനസ്സിലും വാണിയിലും സിംപ്ലിസിറ്റി ഉണ്ടാകുന്നു. സാധുനാം എന്നത് സാധു എന്ന വേർഡിൻ്റെ ഷഷ്ടി വിഭക്തി ബഹുവചനാണ്. കിം എന്ന ശബ്ദരൂപത്തിൻ്റെ ഷഷ്ടി വിഭക്തി ബഹുവചനം എന്ന് പറയുന്നത് കേശാമാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുക. കേശാം ചിത്തെ വാചി ച സരളത ഭവതി. ആരുടെ മനസ്സിലും വാണിയിലുമാണ്, അതായത് സംസാരത്തിലുമാണ് സിംപ്ലിസിറ്റി ഉണ്ടാവുക. അടുത്ത നോക്കാം.
ധൈര്യവാൻ ലോകേ പരിഭവം ന പ്രാപ്നോതി. ധൈര്യശാലി ലോകത്തിൽ അപമാനം പ്രാപിക്കില്ല. അതായത് ധൈര്യശാലികൾ ലോകത്ത് അപമാനിതരാവുകയില്ല. അപ്പോൾ ധൈര്യവാൻ എന്ന വേർഡ് എന്ന് പറയുന്നത് പ്രഥമ വിഭക്തി പുല്ലിംഗ് ഏകവചനാണ്. അപ്പോൾ നമ്മൾ കഹ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ. കഹ് ലോകേ പരിഭവം ന പ്രാപ്നോതി. ആരാണ് ലോകത്ത് അപമാനം പ്രാപിക്കാതിരിക്കുക, അപമാനിതരാവാതിരിക്കുക? ആത്മകല്യാണം ഇച്ഛൻ നരഹ പരേഷാം അനിഷ്ടം ന കുര്യാത്. സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവർക്ക് അനിഷ്ടം ഉണ്ടാക്കില്ല. അതായത് അഹിതം വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല എന്ന്. ഓക്കെ. ആത്മകല്യാണം എന്നത് ദ്വിതിവിഭക്തി ഏകവചൻ നപുംസകലിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്തോ യൂസ് ചെയ്യുക ഇവിടെ? കിം ആണ് യൂസ് ചെയ്യുക. ഓക്കെ. കിം ഇച്ഛൻ നരഹ പരേഷാം അനിഷ്ടം ന കുര്യാത്. എന്ത് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് മറ്റുള്ളവർക്ക് അനിഷ്ടം ഉണ്ടാക്കാതിരിക്കുക? അടുത്ത ചോദ്യം നോക്കാം. യഥാനിർദ്ദേശം ഉത്തരത്ത്. എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. ഭുങ്ക്തേ ഇതി ക്രിയാപദസ്യ കിം കർത്തൃപദം പ്രയുക്തം. ഭുങ്ക്തേ എന്ന ക്രിയാപദത്തിൻ്റെ എന്ത് കർത്തൃപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഭുങ്ക്തേ എന്ന ക്രിയാപദത്തിന് വിമൂഢതിഹി. പരുഷാം ഇതി വിശേഷണസ്യ കിം വിശേഷപദം പാഠേ പ്രയുക്തം. പരുഷം എന്ന വിശേഷണ പദത്തിന് എന്ത് വിശേഷപദമാണ് പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? വാചം. അവക്രത യഥാ ചിത്തേ തഥാ വാചി ഭവേത്യതി. അസ്മിൻ വാക്യേ കിം ക്രിയാപദം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ എന്ത് ക്രിയാപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഭവേദ്. അടുത്ത നോക്കാം. യ ഇച്ഛത് ആത്മനഃ ശ്രേയഃ പ്രഭൂതാനി സുഖാനി ച. ഇത്യസ്മിൻ വാക്യേ കല്യാണം ഇതി പദസ്യ കിം പര്യായപദം പ്രയുക്തം. ഇവിടെ ഈ സെൻറ്റൻസിൽ കല്യാണം എന്ന പദത്തിന് എന്ത് പര്യായപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ശ്രേയഃ, അതായത് നന്മ. അടുത്ത ചോദ്യം നോക്കാം. അൽപാനി ഇതി പദസ്യ കിം വിലോമപദം പാഠേ പ്രയുക്തം. കുറച്ച് എന്ന വേർഡിന് എന്ത് വിലോമപദമാണ്, അതായത് ഓപ്പോസിറ്റ് വേർഡാണ് പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? പ്രഭൂതാനി, അതായത് ഏറെ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം ശബ്ദാനാം പുരതഃ ഉചിതം വിലോമശബ്ദം കോഷ്ടാത് ചിത്വാ ലിഖത്. ഇവിടെ വേർഡ് തന്നിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് ഏത് ഓപ്പോസിറ്റ് വേർഡാണോ വരുന്നത് അത് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സിനകത്തുനിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. കൃതജ്ഞത നന്ദി, കൃതജ്ഞത നന്ദിയില്ലാത്തത്. പക്വഹ പഴുത്തത്, അപക്വഹ പഴുക്കാത്തത്. പരുഷ കഠോരമായ, കോമല അതായത് സോഫ്റ്റായ. വിമൂഢതിഹി വിഡ്ഢി, സുധിഹി ബുദ്ധിമാൻ. ആലസ്യം ലേസിനസ്, ഉദ്യോഗ എനർജറ്റിക് അതായത് പരിശ്രമി. കാതരഹ പേടിച്ചിരിക്കുന്നവൻ, അകാതരഹ പേടിയില്ലാത്തവൻ. ഓക്കെ. അധോലിഖിതാനാം ശബ്ദാനാം ത്രയഃ സമാനാർത്ഥകാः ശബ്ദാः ശബ്ദമഞ്ജുഷായാः ചിത്വാ ലിഖത്. താഴെ തന്നിരിക്കുന്ന ഓരോ വേർഡിനും 3 സമാന അർത്ഥം വരുന്ന വേർഡ് കണ്ടെത്തി എഴുതുക. ഓക്കെ. ഈ തന്നിരിക്കുന്ന ബോക്സിൽ നിന്നാണ് കണ്ടെത്തി എഴുതേണ്ടത്. ഓക്കെ. നോക്കാം. ചിത്തം അതായത് മനസ്സ്, എന്തൊക്കെ വരിക? മനഃ, മാനസം, ചേതഃ. മുഖം അതായത് ഫേസ്, എന്തൊക്കെ വരിക? വദനം, ആനനം, വക്ത്രം. പ്രഭൂതം അതായത് ഏറെ, ഭൂരി, വിപുലം, ബഹു. ചക്ഷുഹു അതായത് കണ്ണ്, ലോചനം, നയനം, നേത്രം. സഭ അതായത് സഭ. സംസദ്, സമിതിഹി, പരിഷത്ത്. ശ്രേയഃ അതായത് നന്മ, ശുഭം, കല്യാണം, ശിവം. അടുത്ത ചോദ്യം നോക്കാം. പാഠാത് വിചിത്യ സമുചിതൈഹി വിശേഷണപദൈഹി റിക്തസ്ഥാനാനി പൂരയത്. പാഠത്തിൽ നിന്ന് കണ്ടെത്തി, അതായത് ഈ ബ്ലാങ്ക്സ് കറക്റ്റ് വിശേഷണ പദം ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ. ഡാഷ് മന്ത്രി പരൈഹി ന പരിഭൂയത്തെ.
ഇവിടെ 3 ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഡാഷ് 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 3 വിശേഷണങ്ങളാണ് പറയേണ്ടത്. ഡാഷ് 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 ആയിട്ടുള്ള മന്ത്രി മറ്റുള്ളവരാൽ ഇൻസൾട്ട് ചെയ്യപ്പെടുകയില്ല. എന്തൊക്കെയാണ്? വാക്പട്ടുഹു, ധൈര്യവാൻ, അകാതരഹ്. സംസാരിക്കുന്നതിൽ എക്സ്പേർട്ട്, ധൈര്യശാലി, ഫിയർലെസ്. ബുദ്ധിമാൻ സദാ ഡാഷ് ഏവ വാചം വദതി. ബുദ്ധിമാന്മാർ എപ്പോഴും ഡാഷ് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ധർമ്മത്തിന് നിരക്കുന്ന സംസാരമാണ് സംസാരിക്കുന്നത്. ധർമ്മപ്രദം. യ സുഖാനി ഇച്ഛതി സഹ ഡാഷ് കർമ്മ ത്യജേത്. ആരാണോ സുഖം ആഗ്രഹിക്കുന്നത് അവൻ ഡാഷ് കർമ്മം ചെയ്യരുത്, അതായത് ത്യജിക്കണം. അഹിതം, അതായത് ഹിതമല്ലാത്തത്. പുത്ര ശൈശവേ പിതുഹു ഡാഷ് വിദ്യാധനം പ്രാപ്നോതി. മകൻ കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്ന് ഡാഷ് എന്ന വിദ്യാധനം പ്രാപ്തമാക്കുന്നു. മഹത് വിദ്യാധനം, മഹത്തരമായ വിദ്യാധനം, വിദ്യ എന്ന ധനം. ഡാഷ് ഡാഷ് ആചാരഃ ഇതി വിദ്വാംസഃ മന്യന്തെ. ഡാഷ് ഡാഷ് പെരുമാറ്റമാണ് വിദ്വാൻമാർ കണക്കാക്കുന്നത്. പ്രഥമഃ ധർമ്മഃ, അതായത് പ്രധാന ധർമ്മം എന്ന് പറയുന്നത് പെരുമാറ്റമെന്നാണ് വിദ്വാൻമാർ കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പാഠാത് ചിത്വാ അധോലിഖിത പദ്യാംശാനാം ഭാവം ഉപയുക്തപദൈഹി പൂരയത്. പാഠത്തിൽ നിന്ന് എടുത്ത ചില പദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാവം ഏതാണോ കറക്റ്റായിട്ട് വരിക അതെടുത്ത് എഴുതുക. ഓക്കെ, നോക്കാം. ചിത്തേ വാചി ച സരളത മഹാത്മഭിഃ സമത്വം മന്യത്തെ. മനസ്സിലും സംസാരത്തിലുമുള്ള സിംപ്ലിസിറ്റിയെ മഹാന്മാർ സമത്വം എന്ന് പറയുന്നു. പിതാപുത്രായ വിദ്യാധനാർത്ഥം മഹത് കഷ്ടം സഹ്യതി. അച്ഛൻ മകന് വിദ്യ നൽകാനായി ഏറെ കഷ്ടതകൾ സഹിക്കുന്നു. പുത്രേണ് അസ്യ അനുഭൂതി. മകന് ആ ഭാവമാണ്, ആ ഒരു ഫീലിംഗ് ആണ്. ഏവ കൃതജ്ഞത കഥ്യത്തെ. അതിനെ തന്നെയാണ് നന്ദി എന്ന് പറയുന്നത്. അതായത് മകന് അച്ഛനോടുള്ള ആ ഒരു ഫീലിംഗ്, അച്ഛൻ അത്രത്തോളം കഷ്ടപ്പെട്ടാണല്ലോ എന്നെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത് എന്നുള്ളൊരു ഫീലിംഗ് വരിക, അതുതന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അച്ഛനോടുള്ള നന്ദി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വിമൂഢതിഹി ഏവ ധർമ്മപ്രദാം വാചം തെക്വാ പരുഷാം വാചം വദതി. വിഡ്ഢി തന്നെയാണ് ധർമ്മത്തിന് നിരക്കുന്ന സംസാരം വിട്ട് കഠോരമായ വാണി സംസാരിക്കുന്നത്. അസ്മിൻ സംസാരേ കേവലം വിദ്വാംസഃ ചക്ഷുഷ്മന്തഃ മന്തവ്യാഃ. നമ്മുടെ ഈ ലോകത്ത്, അതായത് ഈ ലോകത്ത് കേവലം വിദ്വാൻമാർ തന്നെയാണ് കണ്ണുള്ളവനെന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകം കഥനസ്യ തത്വാർത്ഥനിർണയഃ യേന ക്രിയത്തെ സഹ വിവേകഃ അസ്തി. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ അർത്ഥത്തിൽ നിർണയിക്കാൻ ആർക്കാണോ സാധിക്കുക അവനാണ് വിവേകി. യഹ മന്ത്രി പരാമർശദാത തു വാക്പട്ടുഃ ധൈര്യവാൻ സഭായാം അപ്യകാതരഃ ഭവതി സ അന്യൈഃ കദാപി ന തിരസ്ക്രിയത്തെ. ഏത് മന്ത്രിയാണോ അല്ലെങ്കിൽ അഡ്വൈസറാണോ സംസാരിക്കുന്നതിൽ എക്സ്പേർട്ട്, ധൈര്യശാലി, സഭയിൽ നിർഭയനായിരിക്കുക, അവൻ മറ്റാരാലും തിരസ്കരിക്കപ്പെടുകയില്ല, ഇൻസൾട്ട് ചെയ്യപ്പെടുകയില്ല. അടുത്ത് നോക്കാം. പാഠാത് ചിത്വാ അധോലിഖിതാനാം ശ്ലോകാനാം അന്വയം ഉചിതപദക്രമേണ പൂരയത്. അതായത് ഇവിടെ ചെയ്യേണ്ടത് പാഠത്തിൽ നിന്ന് എടുത്ത ചില ശ്ലോകങ്ങളുടെ അന്വയങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് വരുന്ന വേർഡ് ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഓക്കെ, ഉചിതമായ പദം പ്രയോഗിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം ഞാൻ എടുത്ത് പറയണില്ല. ഈ വീഡിയോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതൊന്ന് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. പിതാപുത്രായ ബാല്യേ മഹത് വിദ്യാധനം യച്ഛതി. അസ്യ പിതാ കിം തപഃ തേപേ ഇത്യുക്തിഃ തത് കൃതജ്ഞത. അടുത്ത് നോക്കാം. യേന കേനാപി യത് പ്രോക്തം
तस्य तत्त्वार्थनिर्णयः येन कर्तुं शक्यः भवेत् सः विवेकः इति ईरितः। यः आत्मनः श्रेयः प्रभूतानि सुखानि च इच्छति सः परेभ्यः अहितं कर्म कदापि च न कुर्यात्. അടുത്ത നോക്കാം. മഞ്ജുഷായാः തദ്ഭാവാത്മകസൂക്തിः വിചിത്യ അധോലിഖിതകഥനാനാം സമക്ഷം ലിഖത. ഇവിടെ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ട് വരുന്ന സൂക്തി ബോക്സിനകത്തുനിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇവിടെ പാട് വരില്ല. അതായത് വിദ്യ എന്ന വരുന്ന സൂക്തിയെല്ലാം തന്നെ വിദ്യാധനം മഹത്തിൻ്റെ താഴെ എഴുതാം. ആചാരഃ പ്രഥമോ ധർമ്മഃ. ആചാരഃ എന്ന് വരുന്ന വേർഡ് ഏതൊക്കെ സൂക്തിയിലാണോ പരാമർശിച്ചിരിക്കുന്നത് അതെടുത്ത് അതിൻ്റെ താഴെ എഴുതാം. ചിത്തേ വാചിച്ച അവകൃത ഏവ സമത്വം. അപ്പോൾ അതിൻ്റെ താഴെ ചിത്തം, അതായത് മനസ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട സൂക്തി എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, വിദ്യാധനം മഹത് എന്നാൽ വിദ്യയാണ് ഏറ്റവും വലിയ ധനം. ആചാരഃ പ്രഥമോ ധർമ്മഃ എന്നാൽ പെരുമാറ്റമാണ് പ്രഥമധർമ്മം. ചിത്തേ വാചിച്ച അവകൃത ഏവ സമത്വം, അതായത് മനസ്സിലുള്ള സിംപ്ലിസിറ്റി സംസാരത്തിലും ഉണ്ടാവുക എന്നതാണ് സമത്വം. ഓക്കെ, നമുക്ക് നോക്കാം. വിദ്യാധനം മഹത് എന്തൊക്കെ വരിക? വിദ്യാധനം സർവധന പ്രധാനം. വിദ്യാധനം ശ്രേഷ്ഠം തന്മൂല ഇതരധനം. ആചാരഃ പ്രഥമോ ധർമ്മഃ എന്തൊക്കെ വരിക? ആചാരേണ തു സംയുക്തഃ സമ്പൂർണ്ണഫല ഭാഗ്യ ഭവേത്. ആചാരപ്രഭോ ധർമ്മഃ തന്തശ്ചാചര ലക്ഷണാഃ. ചിത്തേ വാചി ച അവകൃത ഏവ സമത്വം. ഇതൊക്കെ വരിക? സംവോ മനാംസി ജാനതാം. മനസി ഏകം വചസി ഏകം കർമ്മണി ഏകം മഹാത്മനാം. ഓക്കെ, അടുത്ത നോക്കാം. അധസ്താത് സമാസവിഗ്രഹാः ദീയന്തെ. താഴെ സമാസവിഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. തേഷാം സമസ്തപദാനി പാഠാധാരേണ ദീയന്താം. അതായത് ഇവിടെ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് സമസ്തപദം പൂരിപ്പിച്ച് എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഇവിടെ വിഗ്രഹം തന്നിട്ടുണ്ട്, സമാസത്തിൻ്റെ പേരും തന്നിട്ടുണ്ട്, ഏത് സമാസാണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സമസ്തപദം എടുത്ത് എഴുതിയാൽ മതി. തത്വാർത്ഥസ്യ നിർണയഃ തത്വാർത്ഥനിർണയഃ ഷഷ്ടി തത്പുരുഷഃ. വാചിപട്ടുഃ വാക്പട്ടുഃ സപ്തമി തത്പുരുഷഃ. ധർമ്മം പ്രദദാതി ഇതി താം ധർമ്മപ്രദാം ഉപപദ തത്പുരുഷഃ. ന കാതരഃ അകാതരഃ നങ് തത്പുരുഷഃ. ന ഹിതം അഹിതം നങ് തത്പുരുഷഃ. അടുത്ത നോക്കാം. മഹാൻ ആത്മാ യേഷാം തേ മഹാത്മാനഃ ബഹുവ്രീഹിഃ. വിമൂഢാദിഃ യസ്യ സഃ വിമൂഢദിഃ ബഹുവ്രീഹിഃ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതേഷു ഭിന്നപ്രകൃതികം ശബ്ദം രേഖാങ്കിതം കുരുത്. താഴെ തന്നിരിക്കുന്ന വേർഡ്സിനകത്ത് ഏതാണോ ഓഡ് വൺ ഔട്ട് അത് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. ഓക്കെ, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഓഡ് വൺ ഔട്ടായിട്ട് ഇത് വരുന്നത് എന്നാണ്. ഓക്കെ, തപഃ ധർമ്മഃ ശ്രേയഃ വചഃ. ലിംഗകാരണാത് ഏതാണ് ഓഡ് വൺ ഔട്ട്? ധർമ്മഃ. തത്യതഃ വിശേഷതഃ മുഖ്യതഃ ഈരിതഃ. പ്രത്യയകാരണാത് ഈരിതഃ. ലഘുത പ്രകീർത്തിത അവക്രത കൃതജ്ഞത. പ്രത്യയകാരണാത് ഏതാണ് ഓഡ് വൺ ഔട്ട്? പ്രകീർത്തിത. ലോകേ ചിത്തേ വാചി ഭുങ്ക്തേ. വിഭക്തി കാരണാത് ഭുങ്ക്തേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതവാക്യേഷു സ്ഥൂലാക്ഷരപദാനാം പ്രസംഗാനുസാരം ഉചിതം അർത്ഥം ചിത്വാ ലിഖത. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉചിത അർത്ഥം ഏതാണോ വരുന്നത്, കറക്റ്റായിട്ടുള്ള അർത്ഥം ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണോ വരുന്നത് അത് കണ്ടെത്തി എഴുതുക. ഓക്കെ, യ ഇച്ഛത് ആത്മനഃ ശ്രേയഃ പ്രഭൂതാനി സുഖാനി ച. ശ്രേയഃ നന്മ, ഏതാണ് അർത്ഥം വരുന്നത് ഇവിടെ കറക്റ്റായിട്ട്? കല്യാണം. തദൈവ ആഹുഃ മഹാത്മാനഃ സമത്വമിതി തഥ്യതഃ. പറയാറ്, കഥയന്തി. വാക്പട്ടുഃ ധൈര്യവാൻ മന്ത്രി സഭായാം അപ്യകാതരഃ പരൈഃ ന പരിഭൂയത്തെ. വാക്പട്ടുഃ എക്സ്പെർട്ട് ഇൻ സ്പീക്കിംഗ്
വാചാലൻ, അതായത് സംസാരപ്രിയൻ എന്നൊക്കെ പറയാം. അപ്പം വാക്കുശലഃ. തെക്വാ ധർമ്മപ്രദാം വാചം പരുഷാം യോ അഭ്യുദീരയേത്. പരുഷാം കഠോരമായ, ഹാർഡ്, കഠോരാം. സവിവേക ഇതി ഈരിതഃ. ഈരിതഃ പറയപ്പെടുന്നു, കഥിതഃ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓളം നിമിഷം കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.